നമസ്കാരം. കാടിനുള്ളിൽ കടുവകളുടെ എണ്ണം അധികരിച്ചു. കടുവകളുടെ മാത്രമല്ല, വന്യമൃഗങ്ങളുടെ മുഴുവൻ എണ്ണം അധികരിച്ചു. പണ്ട് ഒരു 10 വർഷം മുമ്പുണ്ടായതിന്റെ എത്രയോ ഇരട്ടിയാണുള്ളത്. അത്രയും വന്യജീവികൾക്ക് അധിവസിക്കാൻ തക്ക ഒരു ഭൂപ്രദേശം ഇല്ല കാട് എന്ന് പറയുന്നത്. അതിനർത്ഥം നിലവിലുള്ള കാടിന്റെ ഉള്ളിൽ എത്രയാണോ മൃഗങ്ങൾ അധിവസിക്കാൻ പറ്റുന്നത് അത്രയുമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അത്ര എണ്ണത്തിൽ നിലനിർത്തണം എന്നാണ്. അതാണ് അതിന്റെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിൽ കൂടിക്കഴിഞ്ഞാൽ അതിനെ ഒന്നുകിൽ കൊന്നൊടുക്കണം, അതല്ലെങ്കിൽ നാട് കടത്തി അതില്ലാത്ത മറ്റു മേഖലകളിലേക്ക് കൊണ്ടുപോകണം. ഇത് ചെയ്യുന്നതിനെയാണ് സംരക്ഷണം എന്ന് പറയുന്നത്. അല്ലാതെ സകല മൃഗങ്ങളെയും തീറ്റ കൊടുത്ത് വളർത്തി, അല്ലെങ്കിൽ തീറ്റ കൊടുക്കാതെ വളർത്തി, ഇവിടുത്തെ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അതിന് തീറ്റയായി കൊടുക്കുന്ന രീതിയല്ല സംരക്ഷണം എന്ന് വിളിക്കുന്നത്. ഇവിടെ പഞ്ചാരക്കൊല്ലിയിൽ കഴിഞ്ഞ ദിവസം ഒരു കടുവ രാധ എന്ന ഒരു സ്ത്രീയെ ആക്രമിച്ച് ആ പിൻഭാഗം മുഴുവൻ തിന്ന് തല വേർപെട്ട് കിടന്ന് നമ്മൾ കണ്ടതാ. ആ നിലയിൽ ആക്രമിച്ചിട്ട് ഇന്ന് കടുവയ്ക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുന്ന കുറെ കോത്താഴത്തുകാർ ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ഒരു എന്താ പറയാ, ഒരു സങ്കടം തോന്നുന്നത്. ഇങ്ങനെയുമുണ്ടല്ലോ ചില മൃഗസ്നേഹികൾ എന്ന് പറയുന്നത്. ഇവരൊക്കെ മൃഗസ്നേഹികൾ എന്നല്ല, ജന്തുക്കൾ എന്നാണ് വിളിക്കേണ്ടത് സത്യത്തിൽ. ഇപ്പോ കടുവ ചത്തതില്, നരഭോജി കടുവ ചത്തല്ലോ, ചത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ അസ്വാഭാവികത ആരോപിച്ച് അനിമൽസ് ആൻഡ് നേച്ചർ എത്തിക്സ് കമ്മ്യൂണിറ്റി ട്രസ്റ്റ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയ്ക്ക് പരാതി നൽകിയെന്നാണ് വാർത്ത വരുന്നത്. ഇപ്പൊ ആ കടുവ ചത്തതാണ് പ്രശ്നം. അതിനെ കൊല്ലാൻ ഉത്തരവിട്ടു. ജനങ്ങളുടെ ആവശ്യമാണ്. ഇപ്പോ 20 21 കടുവകൾ, 22 കടുവകൾ മാത്രം 10 വർഷം മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് 200-ന് പുറത്താണ്. അത്രത്തോളം കടുവകൾ ഉള്ളത് കൊണ്ടാണ് ആ കടുവകൾക്ക് അവരുടെ സ്വഭാവം അനുസരിച്ച് അതിന് വിഹരിക്കാനുള്ള കാടില്ല, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമില്ല. ആ ഭക്ഷണത്തിന് ആവശ്യമായ മറ്റ് മൃഗങ്ങൾ, അതാണല്ലോ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ മൃഗങ്ങൾ അവിടെ ഇല്ല, അവർക്ക് വളരാനുള്ള സാഹചര്യമില്ല. വനം വകുപ്പാകട്ടെ ഉദ്യോഗസ്ഥന്മാരാകട്ടെ ആരെയും അങ്ങോട്ട് കടക്കാൻ അനുവദിക്കുന്നുമില്ല. എന്താണ് അവിടുത്തെ സ്ഥിതി എന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു ആവാസ വ്യവസ്ഥ ശരിയാക്കുന്നതിന്, മൃഗങ്ങളെ എണ്ണം നിജപ്പെടുത്തുന്നതിന് പകരം ഈ മൃഗങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഇവരുടെ ശരിക്കും ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇവരാണ് ഈ കോടികൾ വാങ്ങിക്കൊണ്ട് ഈ നാട് കുട്ടിച്ചോറാക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത്തരക്കാരാണ്. അല്ലെങ്കിൽ ഈ മനുഷ്യൻ, എത്ര മനുഷ്യനാണ് ആന ചവിട്ടിക്കൊന്നത്? ഈ മരണത്തിന് ശേഷം, കടുവ പിടിച്ച് ഈ രാധ മരണപ്പെട്ടതിന് ശേഷം വീണ്ടും പുലി ആക്രമണം ഉണ്ടായി, അതുപോലെ ആനയുടെ പ്രശ്നം ഉണ്ടായി, ആന ഓടിക്കുന്ന വിഷയമുണ്ടായി. ഇന്ന് ജനവാസ മേഖലയിലാണ് മൃഗങ്ങളെല്ലാം. കാടിന് വലിപ്പം കുറഞ്ഞിട്ടല്ല ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. കാട്ടിലേക്ക് മനുഷ്യൻ കയറിയിട്ടുമല്ല. എത്രയോ വർഷങ്ങളായി കാടിനുള്ളിൽ മനുഷ്യന് കയറാൻ പറ്റില്ല. മുമ്പ് വിറകിന്റെ ആവശ്യത്തിനെങ്കിലും കാട്ടിലേക്ക് പോകാമായിരുന്നെങ്കിൽ ഇന്ന് അതിനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. അതായത് കാടായി തന്നെ കിടക്കുകയാണ്. എന്നിട്ടും പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത്രയധികം മൃഗങ്ങൾ അധികരിച്ചത് കൊണ്ടാണ്. ഇപ്പൊ വയനാട്ടിൽ ചത്ത കടുവയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഏതോ ഒരു കടുവയുമായിട്ട് കടിപിടി കൂടിയതിന്റെ ഭാഗമായിട്ടുള്ള മുറിവ് കൊണ്ടാണ് ഈ കടുവ ചത്തത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കാപ്പിത്തോട്ടത്തില് കാപ്പി പറിക്കാൻ പോകണം, തേയിലത്തോട്ടത്തില് തേയില പറിക്കാൻ പോകണം, അതൊക്കെയാണ് ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത്. കാടല്ലല്ലോ. അപ്പോൾ ആ മേഖലയിൽ ഇറങ്ങി നടക്കാൻ വയ്യ, പതിയിരുന്ന് ആക്രമിക്കുക. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജോലി ചെയ്ത് ജീവിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധം ഉണ്ടായി. ആ പ്രതിഷേധ ഭാഗമായിട്ട് ആ കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവും വന്നു. അപ്പോൾ ആ കടുവ ചത്തതാ ഇപ്പൊ പ്രശ്നം. അതായത് ഇവിടെ മനുഷ്യന്മാരെ വന്യമൃഗം ആക്രമിച്ച് കൊന്ന് അവന്റെ വിളകളെ നശിപ്പിച്ച്, അവന്റെ വീട് നശിപ്പിച്ച്, അവന്റെ ജീവിതം മുഴുവൻ ദുരിതത്തിലാക്കുന്നുണ്ട്. ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. എന്താണ് എന്റെ പേര്? അസ്വാഭാവികത ആരോപിച്ച് നരഭോജി കടുവ ചത്ത സംഭവത്തിൽ അസ്വാഭാവികത ആരോപിച്ച് അനിമൽസ് ആൻഡ് നേച്ചർ എത്തിക്സ് കമ്മ്യൂണിറ്റി ട്രസ്റ്റ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയ്ക്ക് പരാതി നൽകിയിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ഈ അനിമൽസ് ആൻഡ് നേച്ചർ എത്തിക്സ് കമ്മ്യൂണിറ്റി ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടല്ലോ, ആ സ്ഥാപനത്തിന്റെ കുറെ ആൾക്കാരുണ്ടോ ഈ നമ്മുടെ കാട്ടിനുള്ളിൽ അധികമായി ഉള്ള ഈ വന്യമൃഗങ്ങളെയൊക്കെ പിടിച്ച് അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കണം. അവരുടെ വീട്ടിൽ വളർത്താൻ കൊണ്ടുവന്ന് കൊടുക്കുക. അവർ വളർത്തിക്കോട്ടെ. നാട്ടുകാരെ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിൽ, അതായത് കേരളത്തിലെ മറ്റാരെയും ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിൽ അവർ സംരക്ഷിക്കട്ടെ, കൊണ്ടിട്ട് കൊടുക്കുക. അപ്പൊ അറിയും അവർക്ക്. ഒരൊറ്റത്തുനിന്നായി കുട്ടികളെ മക്കളെ തിന്ന് തീർക്കുമ്പോൾ അറിഞ്ഞോളും. അതേ ഉള്ളൊരു മാർഗം. കാരണം ഇത് അവനവന്റെ പിള്ളയ്ക്ക് വരുമ്പോഴേ അവനവൻ അറിയുന്നുള്ളത് കൊണ്ട് അത് അവനവന്റെ പിള്ളയ്ക്ക് വരുന്നില്ലല്ലോ. അല്ല, അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ. അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ പിടിച്ചു കെട്ടി അവരുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കണം, വളർത്തട്ടെ. വേണമെങ്കിൽ സർക്കാർ ചെലവിൽ ഒരു ഷെഡ് കൂടെ ഉണ്ടാക്കി കൊടുക്കുക, കൂട്ടില് കൊണ്ടിട്ട് കൊടുക്കുക. നിങ്ങൾ വളർത്തിക്കോ എന്ന് പറയാം. ഇനി ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരാറ്റത്തുന്ന കൈയും കാലും വെട്ടി അവനവന്റെ കൈയും കാലും വെട്ടിയിട്ട് കൊടുക്കട്ടെ തിന്നാൻ. അത്രയ്ക്ക് സ്നേഹമാണല്ലോ അവർക്ക്. ഏതായാലും ഈ നാട്ടിലെ ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരുടെ ജീവനും ജീവിതവും ഈ കടുവകൾക്കും ആനകൾക്കും തിന്നാനും ചവിട്ടിക്കൊല്ലാനും വേണ്ടിയിട്ടുള്ളതല്ല എന്നാണ് മലയാളികൾ കരുതുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്ത്
അന്നുള്ള അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്ന സാധാരണക്കാർ കരുതുന്നത്. അവർക്ക് കൊടുക്കാൻ അത്രയും ജീവിതമൊന്നുമില്ല. കൊടുക്കാൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൊടുത്തോളി. അപ്പോൾ സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് ഇത്തരത്തിൽ കടുവകൾക്കും ആനകൾക്കും വേണ്ടി മുന്നോട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനത്തിനെ എല്ലാം കൂടെ പിടിച്ച് കെട്ടിച്ചമന്ന് കൊണ്ടിട്ട് കൊടുക്കുകയാണ്. Different angles. Don't forget to subscribe and support this channel.